ശരിയാണ്, അർജന്റീന തോറ്റു എന്ന് വെച്ചാൽ തീർത്തും ദയനീയമായിട്ടുള്ള പരാജയം, അത് സമ്മതിക്കാൻ മടിക്കേണ്ട കാര്യമില്ല. എന്നാൽ എന്തുകൊണ്ട് അർജന്റീന തോറ്റു? ഹരിത കേരളത്തിലെ പ്രബുദ്ധ മലയാളികളും നാടൻ ഹമാസനന്മാരും ഒന്നുചേർന്ന് സ്പെയിനിനൊപ്പം കൂടി അർജന്റീനയ്ക്കെതിരെ കളിച്ചത് കൊണ്ടാണോ ആ തോൽവി? അതല്ല കാരണം. അർജന്റീനയുടെ തോൽവിക്ക് കാരണമായിട്ടുള്ള, ആരാലും കാണപ്പെടാതെയും പറയപ്പെടാതെയും പോയിട്ടുള്ള ആ കാര്യത്തെ പറ്റിയാണ് ഈ മൂഢൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. മൂഢൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങനായിട്ടുള്ള മുത്തുപോങ്ങന്റെ കെട്ടപാതി, അതാണ് ഈ മൂഢൻ. ശരി, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം, അല്ലേ? ഈ അണ്ടകടാഹത്തിലെ ഏക കംപ്ലീറ്റ് ആക്ടറും മഹാതാരം മമ്മൂട്ടിയുടെ കീഴിൽ മോളിവുഡിലെ സൂപ്പർ സ്റ്റാറായി നടന തൊഴിലെടുക്കുന്നവനുമായിട്ടുള്ള ശ്രീ മോഹൻലാൽ എന്ന് പറയുന്ന ഇന്ത്യൻ നടനെ സാക്ഷി നിർത്തി കളിച്ച 2026 ആ ഫിഫ വേൾഡ് കപ്പ് സമുചിതം സമാപിച്ച കാര്യം നമ്മളൊക്കെ ഇന്നലെ ഉറക്കളച്ച് കണ്ടു. 2 മണിക്കൂറോളം നീണ്ട കളിക്കൊടുവിൽ സ്പെയിനിനോട് സമൂലം തോറ്റ് തുന്നമ്പാട്ട് നടത്തി കളഞ്ഞു നമ്മുടെ അർജന്റീന, അല്ലേ? പോങ്ങനടക്കം ലോകമെമ്പാടുമുള്ള സകലമാന അർജന്റീനിയൻ ആരാധകരും യുഗ്മ വിലാപം നടത്തി നേരം വെളുപ്പിച്ചു എന്ന് പറയുന്നത് സത്യമാണ് എന്ന് ഞാൻ പറയാൻ കാരണം ഈ മൂഢൻ അത് കണ്ടു മനസ്സിലാക്കി എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ അർജന്റീനയെ കൂടാതെ ലോകകപ്പ് കളിച്ച ഏതാണ്ടെന്നല്ല വളരെ കൃത്യമായി 47 രാജ്യങ്ങളുടെ ആരാധകർ ഒറ്റക്കെട്ടായി പുറപ്പെടുവിച്ച ആ കൂട്ട പൊട്ടിച്ചിരിയിൽ ഭൗമഗോളം പിളരാൻ പോയതും കൂടി ഈ പോങ്ങൻ ഈ മൂഢൻ കണ്ടു എന്നുള്ളതാണ് സത്യം. എന്നാൽ അർജന്റീനയെ അപഹസിക്കുന്നവർ ഒരു സത്യം മനസ്സിലാക്കണം കേട്ടോ. കളിക്കളത്തിൽ കാലുകൾ കൊണ്ട് കവിത രചിക്കുന്നവരാണ് അർജന്റീനയുടെ കളിക്കാർ, അല്ലേ? മഹാകവി മെസ്സി രചിച്ച കേളി കാവ്യങ്ങളെ ഫുട്ബോൾ പ്രേമികൾക്ക് അങ്ങനെ അങ്ങോട്ടേക്ക് മറക്കാൻ പറ്റുമോ? മറന്നാൽ അത് മര്യാദയാണോ? അങ്ങനെ മറന്നുപോയാൽ മഹാകവി മെസ്സിയെ അല്ല, കാൽപന്ത് കളിയെ തന്നെ അപമാനിക്കുന്ന നീക്കമാവില്ലേ അത്? ഗോള് വീണത് അർജന്റീനയുടെ പോസ്റ്റിലാണെങ്കിലും ലോകകപ്പ് ഉയർത്തിയത് സ്പെയിനാണെങ്കിലും ജയിച്ചത് ചതിയാണ് ജയിച്ചത്, അല്ലെങ്കിൽ ചതിച്ചാണ് സ്പെയിൻ ജയിച്ചത്. അതുമല്ലെങ്കിൽ സ്പെയിനിന്റെ കളിക്കാരുടെ ചെയ്തി ചതിക്ക് വിജയം നൽകി. പോങ്ങ പ്രേക്ഷകരെങ്കിലും അതറിയണം എന്നുള്ളത് കൊണ്ടാണ് ഈ മൂഢൻ ഇത് പറയാൻ വന്നത്, പോങ്ങന് വേണ്ടി പറയാൻ വന്നത്. അതിനുവേണ്ടിയാണ് മുത്തുപോങ്ങന്റെ കെട്ടപാതിയായിട്ടുള്ള ഈ മൂഢൻ നിങ്ങളോട് ഇത് പറയുന്നതെന്ന് തന്നെ വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. കാലുകൊണ്ട് കളിക്കുന്ന കളിയാണ് ഈ ഫുട്ബോൾ എന്ന് പറയുന്ന കാര്യം ആ കളിയിൽ താല്പര്യമില്ലാത്ത മനുഷ്യർക്ക് പോലും അറിയാം, അല്ലേ? അതല്ലേ വാസ്തവം? അതുപോലെ പന്തുകൊണ്ട് കളിക്കളത്തിൽ നല്ല ഛന്ദസ്സൊത്ത കവിത രചിക്കുന്നവരാണ് അർജന്റീനിയൻ കളിക്കാരെന്ന സത്യവും നാട്ടിലാകെ പാട്ടായി കഴിഞ്ഞിട്ടുള്ള സംഗതിയല്ലേ? എന്നാൽ ഛന്ദസ് പോയിട്ട് അമ്പലപ്പുഴ MLA ആയിട്ടുള്ള എക്സ് സഖാവ് സുധാകരൻ ജി ഇടയ്ക്കിടെ നടത്തുന്ന കവിതാ പാതകം പോലൊരു പരിശ്രമം പോലും അർജന്റീനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പലരും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ഒരു ശ്രമം പോലും നടത്തിയിട്ടില്ല എന്നുള്ളത്, കവിത രചിക്കാനുള്ള ഒരു ശ്രമവും അർജന്റീന നടത്തിയിട്ടില്ല എന്ന് പല അർജന്റീനിയൻ ആരാധകരും അതല്ല പൊതുവെ കളിപ്രേമികളും കാൽപന്ത് കളിപ്രേമികളായിട്ടുള്ളവർ അങ്ങനെ ഒരു വിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട്. എന്നാൽ അതല്ല സത്യം. കളിക്കളത്തിൽ അർജന്റീന കവിത രചിച്ചിരുന്നു, ഉറപ്പായിട്ടും രചിച്ചിരുന്നു. പക്ഷേ ആ കവിത കളിപ്രേമികൾക്ക് കാണാനോ ആസ്വദിക്കാനോ കഴിഞ്ഞില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം. എന്തുകൊണ്ട്? ആ കാര്യം ആരെങ്കിലും തിരക്കിയോ? ഒരാളെങ്കിലും അതിനെക്കുറിച്ച് അന്വേഷിച്ചോ? പറഞ്ഞു? ഇല്ല. കളിക്കളത്തിൽ എതിരാളികളെ ജയിക്കേണ്ടത് കളിച്ചാണ്, അല്ലേ? അല്ലാതെ കബളിപ്പിച്ചല്ല. എന്നാൽ സ്പെയിൻ അർജന്റീനയ്ക്കുമേൽ ജയിച്ചത് കളിച്ചല്ല, അവരെ കബളിപ്പിച്ച്. അർജന്റീന കളിക്കളത്തിൽ എഴുതുന്ന കവിത ആസ്വദിക്കാൻ കാത്തിരുന്നവരെ കൂടിയാണ് സത്യത്തിൽ സ്പെയിൻ ഇന്നലെ തോൽപ്പിച്ച് കളഞ്ഞത്. ഈ മോഡേണൊരു കാര്യം പറയാം, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സംഗതി കൂടുതൽ വ്യക്തമായിട്ട് അങ്ങോട്ട് കിട്ടും. ഇതിഹാസ കവിയായ ഹോമറും ഷേക്സ്പിയറും നെരൂദയുമൊക്കെ, നെരൂദ ഇതിഹാസ കവി എന്നല്ല ഞാൻ പറഞ്ഞത്, നെരൂദയുമൊക്കെ അവരെ പോലൊക്കെ ഉള്ള കവികൾ എഴുതിയ കവിതകൾ നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചത് ആ കവിതകൾ നമ്മുടെ കൺമുന്നിൽ എത്തപ്പെട്ടത് കൊണ്ടാണല്ലേ? അവരുടെ മനസ്സിലുണ്ടായിരുന്ന കവിതകൾ അവർ തൂലിക ഉപയോഗിച്ച് വെള്ളക്കടലാസിൽ പകർത്തി പങ്കിട്ടത് കൊണ്ടാണ് നമുക്കത് വായിക്കാൻ സാധിച്ചത്. മനസ്സിൽ ഛന്ദസ്സൊത്ത ഒരു കവിതയും കയ്യിൽ തൂലികയും എഴുത്തുമേശയിൽ വെള്ളക്കടലാസും ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അല്ലെങ്കിൽ എഴുതാത്ത വെള്ളക്കടലാസ് എടുത്ത് വായനക്കാരന് നേരെ മഹാകവികൾ അങ്ങനെ അങ്ങോട്ട് വെറുതെ നീട്ടി തന്നാൽ കവി മനസ്സിലെ കവിത നമുക്ക് കാണാൻ കിട്ടുമോ? ഒരു കാരണവശാലും കിട്ടില്ല.
അത് ആസ്വദിക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും ആസ്വദിക്കാൻ പറ്റില്ല. എഴുതപ്പെട്ട വെള്ളക്കടലാസിലെ കവിതകൾ മാത്രമേ ആർക്കായാലും വായിക്കാൻ പറ്റൂ, അല്ലേ? അതുപോലെ തന്നെ അർജന്റീന ഇന്നലെയും കളിക്കളത്തിൽ കവിത എഴുതിയിരുന്നു, അതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷെ കാണികൾക്ക് ആ കവിത കാണാൻ കിട്ടിയില്ല, കണ്ണിൽ കാണാൻ കിട്ടിയില്ല. കാരണം എന്താ? തൂലികയിൽ മഷിയില്ലെങ്കിൽ നെരൂദയായാലും ഹോമർ ആയാലും ഷേക്സ്പിയർ ആയാലും മനസ്സിലെ കവിത കടലാസിൽ വീഴില്ല. അതുപോലെ തന്നെയാണ് ഇന്നലെ കളിക്കളത്തിലും സംഭവിച്ചത്. കവിത എഴുതുന്ന കാലുകൾ തൂലിക പോലെ അരയിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു എങ്കിൽ പോലും മഷിയാകുന്ന പന്ത് അർജന്റീനക്കാരുടെ കാൽ തൂലികയിൽ ഉണ്ടായിരുന്നില്ല. സ്പെയിനിലെ കളിക്കാർ ഒറ്റക്കെട്ടായി അർജന്റീനക്കാരുടെ കാലുകൾക്ക് മഷി നിഷേധിച്ചു കളഞ്ഞു. മര്യാദകേടല്ലേത്? ചതിയല്ലേ? വഞ്ചനയല്ലേ? കബളിപ്പിക്കലല്ലേ? മഹാകവി മെസ്സിയുടെ പരിസരത്തുകൂടി പോകാൻ പോലും പന്തിനെ സ്പെയിൻകാർ അനുവദിച്ചില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള വസ്തുത. പരിസരത്തൂടെ പോലും പന്ത് പോയിട്ടില്ല. കാലിൽ പന്തില്ലെങ്കിൽ കളിക്കളത്തിലും, തൂലികയിൽ മഷിയില്ല എങ്കിൽ വെള്ളക്കടലാസിലും എങ്ങനെ കവിത വന്നു വീഴാനാണ്? അതാണ് പോങ്ങന്റെ ചോദ്യം. പോങ്ങനല്ലേ, മൂടന്റെ ചോദ്യം. ഏത്? അതുകൊണ്ട് പോങ്ങനടക്കമുള്ള അർജന്റീനിയൻ ആരാധകർ വിഷമിക്കേണ്ട കാര്യമേയില്ല എന്നുള്ളതാണ് ഈ മൂടന്റെ പക്ഷം. മഹാകവി മെസ്സിയുടെയും സഹകവികളുടെയും കാൽത്തൂലികകളിലേക്ക് മഷി ഒഴുകാതെ കളിച്ച സ്പെയിനിന്റെ ചതിയാണ് ജയം കണ്ടത്. ആ ചതിയാണ് ജയിച്ചത്. ആ കളിക്കളത്തിൽ അർജന്റീന രചിച്ചത് മഹാകാവ്യം തന്നെയായിരുന്നു. കാലിൽ മഷിപ്പന്തിന്റെ അഭാവം ഉണ്ടായിരുന്നതിനാൽ നിങ്ങൾക്ക് ആ കവിത കാണാൻ പാകത്തിന് കളിക്കളത്തിൽ വിരിഞ്ഞില്ല എന്ന് മാത്രം, കവിത വിരിഞ്ഞില്ല എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അർജന്റീന അത്രമേൽ കരുത്തുറ്റ ടീമാണ് എന്ന് പറയുന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും കിട്ടാൻ സത്യസന്ധമായിട്ട് ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. അതായത് 2 മണിക്കൂർ പന്തും കൊണ്ട് നടന്നിട്ട് ഒരൊറ്റ ഗോൾ മാത്രമേ അർജന്റീനയുടെ വലയിലാക്കാൻ അവർക്ക് കഴിഞ്ഞുള്ളൂ എന്നത് അർജന്റീനയുടെ കരുത്തിന് തെളിവാണ് എന്നുള്ളതാണ് ഈ മൂടന്റെ പക്ഷം. സംശയമുണ്ടോ? ന്യായമായും ഒരു 25 ഗോളിനെങ്കിലും ജയിക്കാവുന്ന കളിയാണ് സ്പെയിൻ കളിച്ചു കൊടുത്തത് കേട്ടോ. എന്നാൽ അർജന്റീനിയൻ കവികൾ കളിക്കളത്തിലൂടെ റഷ്യൻ കാപാലികരെ പോലെ കുതിച്ചു പാഞ്ഞത് കൊണ്ട് സ്പെയിനിന്റെ വിജയത്തെ വെറും 1 ഗോളിൽ ഒതുക്കി തളച്ചു എന്ന് പറയുന്നതാണ് ശരി. അതും പന്ത് പോലും കാലുകൊണ്ട് തൊടാതെ കണ്ടുള്ള കളിയിലൂടെ. എന്ന് വെച്ചാൽ ചില്ലറ കളിയാണ് നമ്മുടെ കവികൾ കളിച്ചത്. നല്ല ശേലായി. ഏതായാലും സ്പെയിനിന് ഈ മൂടന്റെ അഭിനന്ദനങ്ങൾ. അതുപോലെ പോങ്ങന്റെ അർജന്റീനയ്ക്ക് നിർത്താം. എന്റെ പൊന്നു പോങ്ങ, ഇതുപോലൊരു പണി നീ എന്നെ ഏൽപ്പിക്കരുത് കേട്ടോ. ഞാനിങ്ങനെ ചിരിച്ച് അങ്ങനെ നിന്നെങ്കിൽ പോലും എടാ ആ തോൽവി എന്ന് പറഞ്ഞ എൻ്റെ പൊന്നു പോങ്ങ, നിന്നേക്കാൾ കൂടുതൽ കരഞ്ഞത് ഞാനാ. എന്നിട്ട് ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഈ വാചകം അടിക്കുന്നു. ഒരു കാര്യം ഉറപ്പാട്ടോ, 4 വർഷം കഴിഞ്ഞിട്ടുള്ള അടുത്ത വേൾഡ് കപ്പ്, അത് കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ വേൾഡ് കപ്പ്, ഇനി വരാൻ പോകുന്ന ഒരു 2 വേൾഡ് കപ്പും ഈ ഒരു ടീമിനെയും കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അർജന്റീന ഒരിടത്തും എത്താൻ പോകുന്നില്ല എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ള സത്യമാണ്. അതുകൊണ്ട് കരയാൻ നിന്നാൽ കരഞ്ഞുകൊണ്ടേ ചാവാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവട്ടെ. സ്പെയിനിന് നമ്മുടെ ജമാലിനെയൊക്കെ കിട്ടിയതുപോലെ ഒരു ജമാൽ അർജന്റീനയ്ക്കും വരട്ടെ. അല്ലാതെ ഒന്നും ഓർക്കുമ്പോൾ ചങ്കിനിട്ടിടിച്ച് ചാവാൻ തോന്നോടാ പോങ്ങ. എന്തൊരവസ്ഥ. ശരി പോകാം, ഞാൻ ഈ പരിപാടി നീ വന്ന് ഏറ്റെടുത്തോണം കേട്ടോ. എന്നെ കൊണ്ട് ഇത് കഴിയില്ല, ഇത് താങ്ങാൻ. ഇത് ഓഫായില്ലേ? ഇപ്പൊ നാറിപ്പോയനെ. New shoes, new move. I don't want the fake love on dailies. Like the way you touch, don't you play me. Want the kind that burns but saves me. New groove,